മേലെ രണ്ടുപേര് താമസിക്കുന്നുണ്ട്. പാവത്തുങ്ങളാ. പാവത്തുങ്ങളായോണ്ടല്ലേ ഞങ്ങളോട് ഇമാതിരി പണി ചെയ്ത്? അല്ല ഇവന്മാര് കാട്ടിയാതിക്കാതെ എന്താ ഇത്? തട്ടി? ആരെ തട്ടി? എവിടെയും തട്ടിയില്ല. മറ. എല്ലാത്തിനും ഒരു മറ വേണം. അതിനാണ് സാറേ ഇത്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. മനുഷ്യര് പോയിട്ട് 4 കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും താമസിക്കാൻ അതിനകത്ത് സ്ഥലമില്ല. ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അത്ര ശരിയല്ലല്ലോ. ഞങ്ങളുടെ മനസ്സ് ഇവിടെ ഉടക്കിപ്പോയി ഈ മുറിയില്. അതുകൊണ്ട് മാത്രം ഇപ്പൊ ഇവിടുന്ന് പോകുന്നില്ല. ഇവിടുന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോ എന്റെ കരള് വിങ്ങുക. കരൾ വെക്കത്തിന് പഞ്ചലോകയുടെ മവണക്കല്ലിൽ ചാലിച്ച് ആടലോടത്തിന്റെ ഇലകൾ ചേർത്തുണ്ടാക്കിയ നല്ല ഗുളികൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു വൈദ്യനാ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നതിന് തലയിൽ നെല്ലിക്കാത്തളം വെച്ച് ഗുരുഗുരു ചിത്തയെ നെയ് സേവിക്കണമെന്ന് ചിലർ പറയും. പക്ഷെ അത് കേൾക്കേണ്ട കാര്യമല്ല. ഇതൊരു രോഗമല്ല, ഇതൊരു ശീലമാണ്. പോരെ പട മേടിച്ച് പന്തളത്തിൽ വന്നപ്പോ പന്തളം കുളച്ച് പടാന്ന് പറഞ്ഞ പോലെയായി. യവന്മാർക്ക് എന്തോ ലക്ഷണ പെശകുണ്ട്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ കൂഷ്മാണ്ടങ്ങൾക്ക് അടി ഉറപ്പാണ്. ഞങ്ങൾക്ക് എത്ര ഇടി കിട്ടിയാലും അതിന്റെ നേരെ ഇരട്ടി ഞങ്ങൾ അങ്ങോട്ട് ഇട്ട് തരും. മനസ്സിലായോ? എടോ പുഷ്പിള്ളേ, തന്നെ ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തില് പുള്ളി ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്റെ വിരൽ? കലക്കി ബാ. ബാലല്ലടാ പുല്ല്. സോറി, തന്റെ പേര് എപ്പോഴും തെറ്റിപ്പോകും ബാല. തല്ലല്ലേ മോനെ, അവര് പാവത്തുങ്ങളാ മാനെ. അല്ല മോനെ, ഇത്ര മര്യാദയുള്ള ഒരു പിള്ളേരെ ഈ എറണാകുളം പട്ടണത്തിൽ കണ്ടുകൂട്ടാൻ ബുദ്ധിമുട്ടാ. പാവങ്ങളാ, വേറും പാവത്തുങ്ങളാ. ഇതാ മോനെ ജാമ്യോപേക്ഷ. കയ്യക്ഷരം മോശ, ഉപേക്ഷിക്കല്ലേ. നിങ്ങൾ ഇവരുടെ ആരാ? ഉടമക്കാരത്തി. മനസ്സിലായില്ലേ? ഇവര് താമസിക്കുന്ന സ്ഥലത്തിന്റെ ഉടമക്കാരി ഞാനാണ്. ഈ സാറിന്റെ നോട്ടം കണ്ടു കഴിഞ്ഞാ എനിക്ക് വരെ നാണാവും. അപ്പൊ പിന്നെ കൊച്ചു പിള്ളേരാരും പറയാനില്ല. സുരേഷ് ഗോപിനെ പോലെ ഉണ്ട്, ഒരു തോക്കിന്റെ കുറവുള്ളൂ. ഒരങ്ങൻ. ഇവരെ വിടാം, പക്ഷേ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വരും. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാൻ നിക്കണോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാലും അല്ലെങ്കിൽ നിങ്ങൾ പോ മേലിലൊന്നും ആവർത്തിക്കരുത്. മനസ്സിലായില്ല? പോയിക്കോളാ പിള്ളേ, പോകാൻ പറഞ്ഞിട്ട് വേഗം തടി വെട്ടാക്കാൻ നോക്കാം ചക്കന്മാരെ. കണ്ട പട്ടച്ചാരായോ കടിച്ചും കയറ്റി കണ്ണും പീസാക്കിയിട്ട്. നിങ്ങളാരും ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ട. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. വളരെ ഉപകാരം സാർ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ. ഞാൻ ഓക്കെ, 1000 രണ്ടുപേരുടെയും 2000. താത്താ, ഇത് ബാങ്ക് ഉദ്യോഗസ്ഥനാ ചന്ദ്രൻ. ഇത് പട്ടാമ്പി സംസ്കൃത കോളേജ് അധ്യാപകനാ പത്രോസ്. അപ്പൊ മോന്റെ സ്ഥലം എവിടെയാ? ജനിച്ചതാം കോയമ്പത്തൂരാ, വളർന്നതാം കേരളത്തിലാ, തൃശ്ശൂരിനാ. ആഹാ, അപ്പൊ നമ്മുടെ നെഹയുടെ ആളുകളാ. അല്ല താത്ത, ഇത് സംസ്കൃത മലയാളമാണ്. ആഹാ, മോനെന്താ മറിഞ്ഞേക്കണേ? മോന്റെ സ്ഥലം എവിടെയാ? 1967 കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജില്ലയായ വയനാട്ടിൽ ജനിക്കേണ്ടിയിരുന്ന ഞാൻ അച്ഛനും അമ്മയും കൂടി ചില സാങ്കേതിക കാരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് എത്തിയതിനാൽ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ കൊച്ചു റൂമിൽ സുഖമായി പ്രസവിച്ചു. ഞാനല്ല, അമ്മ. സൂപ്പർ വാഷിൽ ഒന്നുകൊണ്ടായിരിക്കും മോനെ ഇത്ര സ്പീഡ്. ബളക്കവിടെ മോനെ ഒരു ചായ. 1 2 അല്ല, മൊത്തം 3 ചായ. ആർക്ക് കുടിക്കാം? എപ്പോഴും കുടിക്കാം, അങ്ങനെ കുടിക്കാം. ഒരു ചായ. രണ്ടുപേരുടെയും സംസാര രീതി ഇതാണെങ്കിൽ മേളി അടി ഉറപ്പ്. അതെന്താ? അതെന്താന്നോ, അടി ഉറപ്പുള്ളതാ മേലെ. മേലെ രണ്ടുപേര് താമസിക്കുന്നുണ്ട്, പാവത്തുങ്ങളാ.
ആരും കണ്ടില്ല. തലയ്ക്കുള്ള എക്സർസൈസാ. ആ എക്സർസൈസ് നല്ലതാ. തലയ്ക്കകത്തൊന്നും ഇല്ലാത്തല്ലേ? തലയ്ക്കകത്തൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് ഇത്രയും ബുദ്ധിയുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പ്രായമായ പെമ്പിളറുടെ വീടാ. കേൾപ്പെടാത്ത അകത്ത് പല്ല് വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്, പക്ഷെ ഇവിടെ തുപ്പാൻ പറ്റില്ലല്ലോ. അവിടെ തുപ്പായിരുന്നല്ലോ. തുപ്പാൻ, പക്ഷെ ഇവിടെ നിന്ന് തേക്കാൻ പറ്റില്ലല്ലോ. എങ്ങോട്ടാ? അല്ല, എന്നെ അത്യാവശ്യമായിട്ട് 5-6 പേര് ഇവിടെ കാണാൻ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോവാ. ഞാൻ ക്രിക്കറ്റ് പ്ലെയറാ. കപിൽ ദേവന്റെ ഫ്രണ്ടാ. ബൗളിംഗ് കാണണം. അയ്യോ, അച്ഛനെ ഏറുകൊണ്ടേ ഏറുകൊണ്ടേ. ചാത്തൻ ചാത്തൻ, ഇത് ചാത്തൻ തന്നെയാ. എന്താ? എന്ത് പറ്റി? ചാത്തൻ ചാത്തൻ. ചാത്തനൊന്നുമല്ല. ഈ മനുഷ്യൻ എന്താ കാക്ക എന്തോ കൊണ്ടുവന്നിട്ടിട്ട് പോയതാ. എന്നിട്ട് അതാ ഇവിടെ. ഞാൻ തിന്നു. ഓ, കൊല്ലാൻ നടക്കണം. കീ എടുക്കാൻ മറന്നു. ഏത് കീ? എന്ത് കീ? എന്ന് മുതലായി ഈ കപിൽ ദേവായത്? അപ്പൊ അതും കണ്ട? കണ്ടു. കുളിക്കാൻ കയറാന്ന് പറഞ്ഞിട്ട് ഞാൻ കുളിച്ചോളാം. അതെ, രാവിലെ മഞ്ജു, ഉച്ചയ്ക്ക് രാധ, വൈകുന്നേരം ഷീല, അതൊക്കെ പോരെ? ഇതിലും കൂടെ കയറി മാന്തണോ? താൻ അറിഞ്ഞ ആ കല്ല് ചെന്ന് കൊണ്ടതേ പെണ്ണിന്റെ അച്ഛന്റെ കഴുത്തിനാ. എന്റെ ഫാദർ ഇല്ലായുടെ കഴുത്തിന് കല്ല് കൊണ്ടപ്പോ എന്റെ ഹൃദയത്തിൽ കല്ല് കൊണ്ടതുപോലെ എനിക്ക് തോന്നിയത്. ഫാദർ ഇല്ല. ഫാദർ ഇല്ല, എനിക്ക് ഫാദർ ഇല്ല എന്ന് പറയായിരുന്നു. പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ കാലത്ത് എന്റെ ഫാദർ ഇല്ല എന്നോട് ഇവിടെ പറഞ്ഞു. ഇങ്ങനെ പോയാൽ താമസിയാതെ പിച്ചെടുക്കേണ്ടി വരും. ഇങ്ങനെ ഇനി ഞാനൊരു രഹസ്യം പറയാം. ആ പെൺകുട്ടിയുമായി കഴിഞ്ഞ 3 വർഷമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ്. അന്ന് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ അവളോട് പറയുമായിരുന്നു, ഗിരിനിരകളിൽ നിന്നും നിനക്ക് ഞാൻ സുഗന്ധം തുളുമ്പുന്ന പുഷ്പങ്ങൾ കൊണ്ടുവരും. നീല ശംഖുപുഷ്പങ്ങൾ, വയലറ്റ് ഓർക്കിഡ് പുഷ്പങ്ങൾ, പൂക്കൂട നിറയെ സ്നേഹം, ചൂരൽ കൂടെ നിറയെ ചുടുചുംബനങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ പ്രണയം അനുദിനം മൊട്ടിട്ട് പൊട്ടിവിടർന്നു. മനസ്സിലായോ? എന്ത് മനസ്സിലായി? തന്റെ പ്രേമം പൊട്ടി, താൻ മുട്ടയിട്ടു. മണ്ണാങ്കട്ട കരിയില്ല. കാശിക്ക് പോയി. എപ്പോ? ഇപ്പോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയും ഇതുപോലുള്ള ദുർനടത്തം ഞാൻ കണ്ടാൽ ഡോക്ടറായി മാറിയ ബ്രോക്കർ വ്യാജന്റെ കഥ ഈ നാട് മുഴുവൻ ഞാൻ പാട്ടാക്കും. ചതിക്കല്ലേ പ്ലീസ്. ഇനി ഒരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാ. അതറിയാലോ. എന്നാ പോയി കുളിക്കാൻ എനിക്ക് ഇത്തിരി വെള്ളം എടുത്തോണ്ട് വാ. അത്രേ ഉള്ളോ? എപ്പോഴും തന്നെ വെള്ളം കുടിപ്പിക്കാൻ ഞാനുണ്ടാവും ബാല. ബാലൻ നിന്റെ കേട്ടില്ല, ഒന്നുകൂടെ പറയോ ബാല. ബാലൻ നിന്റെ അച്ഛൻ.